നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഫൈനൽ പാർട്ടാണ്. നമ്മളിവിടെ യൂസ് ചെയ്ത് ഓർക്കുന്നത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം സാധാരണ ഒരു പൈപ്പ് വെച്ചിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തോർക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും പല ഹെഡാണ് നോസിലാണ് യൂസ് ചെയ്ത് ഓർക്കുന്നത്. ഇത് തുള്ളി തുള്ളിയായി വരുന്ന നോസിലാണ്, അതിൻ്റെ ഉള്ളിലത്തെ കളഞ്ഞപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഉപയോഗം അനുസരിച്ചുള്ള പല സ്പ്രിംഗ്ലറും നോസിലാണ് യൂസ് ചെയ്ത് ഓർക്കുന്നത്. ഇവിടെ ചെടിക്കും ചീരയ്ക്കും ഒക്കെ ഒരേപോലെ നനയണം എന്നുള്ളതുകൊണ്ട് മിസ്റ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പ്രിംഗ്ലറാണ് യൂസ് ചെയ്ത് ഓർക്കുന്നത്. കുറച്ച് വെള്ളം വേണ്ട ചെടികൾക്ക് ഇതേപോലത്തെ ഡിപ്പറും, 2 ചെടികൾക്ക് ഒരുമിച്ച് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് മൈക്രോ സ്പ്രിംഗ്ലർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം നിങ്ങളെ കാണിച്ചു തരാം. ഈ ഡ്രിപ്പ് ഇറിഗേഷന് ഞാൻ മുഴുവനായിട്ടും 16 mm മെയിൻ ഫീഡർ ലൈനാണ് യൂസ് ചെയ്ത് ഓർക്കുന്നത്. നോർമൽ ടാപ്പിൽ നിന്നാണ് ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യണമെങ്കിൽ പ്രഷറിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടാപ്പിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിൽ 16 mm പൈപ്പിൽ നിന്ന് 12 mm റെഡ്യൂസ് ചെയ്യുക. 12 mm പിന്നെ ഇതേപോലെ മൈക്രോ ട്യൂബ് എടുത്തിട്ട് എടുക്കുക. പിന്നെയും ഒരുപാട് നീളം ആവശ്യമുണ്ടെങ്കിൽ ഈ 12 mm വീണ്ടും 10 mm ആയിട്ട് റെഡ്യൂസ് ചെയ്ത് ഇതേപോലെ മൈക്രോ ട്യൂബ് എടുത്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിൻ്റെ വലിപ്പം കുറച്ച് കൊണ്ടുവരാണ് ഇതുപോലുള്ള പ്രഷർ ലോസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. മോട്ടറായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായി പ്രഷർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷർ മോട്ടർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പരിചരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ആരും ചെടികളൊന്നും വെക്കാതിരിക്കരുത്. നമുക്ക് വളം വരെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കാൻ പറ്റും. നമുക്കതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മതി. അപ്പോൾ ഈ കൊല്ലം തന്നെ ഒരു മരം വെക്കാനൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ചൂട് നിങ്ങൾക്ക് തന്നെ ഒന്ന് കുറയ്ക്കാം. അല്ലെങ്കിൽ കറണ്ട് ചാർജ് കൊടുത്ത് വയ്യാണ്ടോ. അതെന്താ നിൻ്റെ കയ്യിൽ? ഇവനെ കിളിഞ്ഞാവിൽ ഭയങ്കര ഇഷ്ടമാണോ. കിളിഞ്ഞാവിൽ നന്നായി ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കഴിക്കുന്നവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സാധാരണ ഞാവലിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ്, ചെറിയൊരു ചവർപ്പ് കൂടുതലുണ്ട്.